ലൈംഗികമായി അതിക്രമിക്കുക മാത്രമല്ല, തൻ്റെ ഇച്ഛയ്ക്ക് വേണ്ടി അവളെ ഉപയോഗിക്കുക മാത്രമല്ല, മൃഗീയമായി അവരെ കൊലപാതകം വരെ ചെയ്യുമ്പോൾ, വളരെ ഏതൊരു മനുഷ്യൻ്റെയും കണ്ണ് നനപ്പിക്കുന്ന രീതിയിൽ ക്രൂരതകൾ അവളോട് ചെയ്യുമ്പോൾ എന്താണ് പരിഹാരമെന്ന് ഓരോ ആളുകൾ ഇങ്ങനെ ചിന്തിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇവിടെ നമ്മൾക്കിന്ന് അതിൻ്റെ ആദ്യം മുതൽ എൻ്റെ അറിവിൻ്റെ പരിധിയിൽ നിന്നുകൊണ്ട് ചില കാര്യങ്ങളാണ് പറയാൻ ഉദ്ദേശിക്കുന്നത്. പലരെയും കാണുന്നത് ഒരേ കണ്ണിലൂടെയല്ല, പല കണ്ണുകളിലൂടെയാണ് പലരെയും കാണുന്നത്. നമുക്കറിയാം, നമ്മുടെ നോട്ടത്തിന് ഒരുപാട് അതിർവരമ്പുകളുണ്ട്, ഒരുപാട് രീതിയുണ്ട് നമ്മൾ നോക്കുന്നതിൽ. നമ്മുടെ അമ്മയെ, നമ്മുടെ പെങ്ങളെ, നമ്മളെ അടുത്ത ബന്ധു ആയ ഒരു പെൺകുട്ടിയെ നോക്കുന്നത് പോലെയല്ല പലരും പല പെൺകുട്ടികളെ നോക്കുന്നു. ഈ അടുത്ത കാലത്ത് അതുമാത്രമല്ല, കുടുംബത്തിലുള്ളവർ പോലും ഈ അടുത്ത കാലത്ത് ഒരു സുഹൃത്ത് പറഞ്ഞ അനുഭവം, ആ സുഹൃത്ത് പറയുകയാണ്, എനിക്ക് എൻ്റെ ഭാര്യയുടെ ഒരു ബന്ധത്തിൽപ്പെട്ട ഒരു പെൺകുട്ടി, അതായത് അടുത്തൊരു ബന്ധമാണ്, ഭാര്യയുടെ അനിയത്തിയുമായി ഭയങ്കരമായ ഒരു താല്പര്യം. അപ്പോൾ ഞാൻ ചോദിച്ചു, എന്താ അങ്ങനെ ഒരു ഇത്? അപ്പോൾ ഞാൻ എന്തെന്നറിയില്ല, എൻ്റെ സ്വപ്നത്തിൽ അവൾ വരുന്നു, എന്നെ പല രീതിയിൽ എന്നെ സ്വാധീനിക്കുന്നു, എൻ്റെ ഹൃദയത്തെ. അപ്പോൾ ഞാൻ കുറച്ചും കൂടി ആയത്തിൽ സംസാരിച്ചു. അപ്പോൾ അദ്ദേഹം ഈ അശ്ലീല വീഡിയോയുമായി ബന്ധപ്പെട്ട്, പോർണോഗ്രാഫിയുമായി ബന്ധപ്പെട്ട് അതിന് അഡിക്റ്റായ മനുഷ്യനാണ്. അപ്പോൾ എന്താണ് പോകുമ്പോൾ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഇത് നിർത്താൻ ആഗ്രഹമുണ്ടോ, നിങ്ങൾക്കത് അവസാനിപ്പിക്കാൻ ആഗ്രഹമുണ്ടോ? നമ്മൾ വിചാരിക്കുന്ന പോലെ നിസ്സാരമായ സിഗരറ്റ് വലി പോലെയോ മദ്യപാനം പോലെയോ അല്ല. ഇത് പ്രത്യക്ഷത്തിൽ നമുക്കൊരിക്കലും കാണാൻ കഴിയാത്ത, പ്രത്യക്ഷത്തിൽ ഒരിക്കലും ഒരാളിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റാത്ത, തൻ്റെ ഇണക്കോ തൻ്റെ അടുത്ത കൂട്ടുകാരനോ മാത്രം മനസ്സിലാകുന്നു, അല്ലെങ്കിൽ ഒരാൾക്കും മനസ്സിലാക്കാൻ കഴിയാത്ത രീതിയിൽ, എന്നാൽ ക്യാൻസറിനേക്കാൾ മാരകമായ ഒരു അസുഖമാണിത്. സാധാരണ സിഗരറ്റ് വലി നമുക്ക് നിർത്താം, മദ്യപാനം നിർത്താം, എന്നാൽ ഒരിക്കൽ ആസ്വദിച്ചു പോയാൽ, അവരത് പറയാറുള്ളത്, അതിൻ്റെ ബന്ധപ്പെട്ടുള്ള പഠനങ്ങൾ നടത്തുന്നപ്പോൾ നമ്മൾ പരിശോധിച്ചപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് 2.5 മില്യൺ ആളുകളാണ് ഇത് ദിനം പ്രതി കണ്ടുകൊണ്ടിരിക്കുന്നത്. അതായത് സെക്കൻഡിൽ തന്നെ, മിനിറ്റുകൾ കൊണ്ട് തന്നെ ലക്ഷക്കണക്കിന് ആളുകൾ ഇത് സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഓരോ സൈറ്റുകളും. അതിൻ്റെ എത്രയോ ലക്ഷക്കണക്കിന് സൈറ്റുകളാണ് അതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നത്. നമ്മൾ എന്തെങ്കിലും നല്ലൊരു കാര്യത്തിന് വേണ്ടി പോലും സെർച്ച് ചെയ്യുകയാണെങ്കിൽ പലതും പല പോപ്പപ്പ് മെസ്സേജുകളായിക്കൊണ്ട് നമ്മുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുന്നത് ഈ അശ്ലീലതയുള്ള വീഡിയോകളും ഫോട്ടോകളുമാണ്. നമ്മൾ പണ്ടൊന്നും ഒരിക്കലും ഒരു മലയാളി ഫാമിലി അടുത്തിരുന്ന് കാണാൻ പറ്റാത്ത രീതിയിൽ അല്ലേ, പണ്ടൊക്കെ നമ്മൾ നല്ല ഫാമിലിയൊക്കെ ആയിട്ടിരുന്ന ഒരു മൂവിയൊക്കെ കാണുന്ന അവസ്ഥയുണ്ടായിരുന്നു. പണ്ടൊക്കെ അയൽവൊക്കെ കാണും, എല്ലാ കൂട്ടുകാരും എല്ലാ ആളുകളും ഒന്നിച്ചിരുന്ന ഒരു ചെറിയ ടി വിയിൽ നമ്മൾ മൂവികളൊക്കെ കാണാമായിരുന്നു. അന്ന് നമുക്ക് കാണാൻ പറ്റുന്നതായിരുന്നു ആ മൂവി. പക്ഷേ ഇന്ന് നമുക്കൊരു മകളെയും കൊണ്ടോ, ഒരു ഭാര്യയെ കൊണ്ടോ, ഒരു മകളെയും കൊണ്ടോ, ഒരു പെങ്ങളെയും കൊണ്ടോ ഒന്നും കാണാൻ പറ്റാത്ത അത്ര രീതിയിൽ മോശമായിക്കൊണ്ടിരിക്കുകയാണ് ടെലിവിഷൻ മേഖലകളൊക്കെ. അപ്പോൾ ഇതിനൊക്കെ എന്താണ് സത്യത്തിൽ യഥാർത്ഥത്തിൽ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം എന്താണ് പോംവഴി? ഇവിടെ കണ്ണുകളെ താഴ്ത്തുക, ഗൃഹാവയവങ്ങളെ സൂക്ഷിക്കുക, ഇതല്ലാതെ വേറെന്താണ് പോംവഴി? ഇവിടെ ഇങ്ങനെ മൃഗീയമായി ആക്രമിക്കപ്പെടുമ്പോൾ പഠനങ്ങൾ പറയുന്നത്, ഒരു മനുഷ്യൻ ഈ പോർണോഗ്രാഫി വീഡിയോകൾ, ഈ കഥ ഞാൻ പറയാം. അപ്പോൾ ഈ സുഹൃത്തോട് ഞാൻ പറഞ്ഞു എന്താണ് പോംവഴി എന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, പിന്നെ നിങ്ങൾ ഈ ഒരുപാട് ഓപ്പറേഷനൊക്കെ ഇപ്പോൾ തലയൊക്കെ വെട്ടിക്കീറി ഒരുപാട് ഓപ്പറേഷൻ ചെയ്യാറുണ്ട്, അതായത് പോസ്റ്റ്മോർട്ടമൊക്കെ ചെയ്യുന്ന വീഡിയോസുകൾ കണ്ടാൽ ഇതിനോടുള്ള താല്പര്യം കുറേ കുറയും. അതേപോലെ നിങ്ങളെ സമയം, ഏതൊരു മനുഷ്യനും സമയം വെറുതെ ഇരിക്കുന്ന സമയം കൊണ്ടാണ് ഇതും കാണുക. രാത്രി ഭാര്യയുടെ കൂടെ കൂടുതൽ സമയം ചെലവഴിക്കുക, കല്യാണമൊക്കെ കഴിഞ്ഞ് കുട്ടികളൊക്കെ ഇല്ല ആളാണ്. അപ്പോൾ ഭാര്യയുടെ കൂടെ കൂടുതൽ സമയം ചെലവഴിക്കുക, രാത്രി മിസ് ചെയ്യാതിരിക്കുക, അവളുമായുള്ള സമയങ്ങൾ ഒത്തുചേരലുകൾ, അതിനുവേണ്ടി കൂടുതൽ പ്രാധാന്യം നൽകുക. അതുപോലെ ഒഴിവ് സമയങ്ങൾ പരമാവധി ഇല്ലാതിരിക്കുക, കൂട്ടുകാരുടെ കൂടെ ചേരുക, അവിടെ ഇവിടെ പോവുക. ആ സാഹചര്യങ്ങൾ ഇല്ലാതാക്കാതെ ഒരു തെറ്റിൽ നിന്ന് നമുക്ക് വിട്ടു നിൽക്കാൻ സാധ്യമല്ല. ആ സാഹചര്യങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കാൻ പറഞ്ഞു. അങ്ങനെ അതൊക്കെ ചെയ്തു. ഒരു മാസം 2 മാസം കഴിഞ്ഞ് വീണ്ടും പറഞ്ഞു അതിനൊന്നും രക്ഷയില്ല, ഒരു മാറ്റവും ഇല്ല എന്ന് പറഞ്ഞു. വീണ്ടും നമ്മൾ കുറച്ചും കൂടി കാര്യം ഞാൻ എൻ്റെ അറിവ് വെച്ചിട്ട് പറഞ്ഞു കൊടുത്ത പല ആളുകളും വിളിക്കുകയും സംസാരിക്കുകയും ചോദിക്കുകയും ചെയ്തിട്ട് ഞാൻ പറഞ്ഞു, എന്നാൽ ഈ നമ്മൾ കാണുന്ന കാഴ്ചയാണല്ലോ പ്രശ്നം. അപ്പോൾ അവരുടെ വിഷമത്തിലൂടെയുള്ള അവസ്ഥയിൽ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കണം. ഇപ്പോൾ 2 മക്കളെ പോറ്റി വളർത്തുന്ന ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം, നമ്മൾ അയൽവക്കത്താകാം, നമ്മളെ കുടുംബത്തിലാകാം, നമ്മളെ ചുറ്റുപാടുകളിലാകാം, നമ്മുടെ നാട്ടിലാകാം, വളരെ സുന്ദരിയായിരിക്കും അവളെ കാണാൻ. പക്ഷേ അവർ ആ പ്രയാസത്തിലൂടെ നമ്മൾ നോക്കി കാണുന്ന സമയത്ത് മറ്റൊരു ഫീലിംഗാണ് മനസ്സിൽ വരിക. കാരണം ആ കുഞ്ഞുങ്ങളെ നോക്കുന്നതും അവർ ആ പരിപാലിക്കുന്നതും ആ വീട് പരിപാലിക്കുന്നതും അതുമായി ബന്ധപ്പെട്ട നിരവധി സംഭവങ്ങൾ നമ്മൾ ഓർക്കുന്ന സമയത്ത് നമ്മളെ മനസ്സിൽ വിഷമവും പ്രയാസവും അവരോടുള്ള സ്നേഹവും ദയവും അനുകമ്പയും അങ്ങനെയുള്ള ഫീലിങ്ങുകളായിരിക്കും നമ്മളെ മനസ്സിൽ ഉണ്ടാകുക. അത് അങ്ങനെയുള്ള ഫീലിങ്സുകൾ മനസ്സിൽ ഉടലെടുക്കാൻ വേണ്ടി നമ്മൾ ബോധപൂർവം ശ്രമിക്കുക. അങ്ങനെ ഞാൻ പറഞ്ഞു. പിന്നെ ഈ ഒരുപാട് വീഡിയോസുകൾ നമ്മൾ കാണാറുണ്ട്. ഒരുപാട് സ്ത്രീകൾ ഒരുപാട് കഷ്ടപ്പെടുന്ന, പ്രയാസപ്പെടുന്ന, ദുഃഖം അനുഭവിക്കുന്ന, പ്രയാസങ്ങളും വിഷമങ്ങൾ അനുഭവിക്കുന്ന, അനാഥയായിപ്പോയ, അഗതി മന്ദിരത്തിലേക്ക് തള്ളപ്പെട്ട, വിധവകളായിട്ട് ആരാരും നോക്കാനില്ലാതെ പ്രയാസപ്പെടുന്ന, ഒരു നേരത്തെ ആഹാരത്തിന് ബുദ്ധിമുട്ടുന്ന,
അല്ലെ 2 മക്കളെയും കൊണ്ട് ഒരു നേരം ഒന്ന് ജീവിച്ചു പോകാൻ പാടുപെടുന്ന ഒരു പെരുന്നാളിന് പോലും നമ്മൾ ഈ അടുത്ത കാലത്ത് കേട്ടല്ലോ ഒരാളുടെ പ്രസംഗം. ഒരു പെരുന്നാളിന് ഡ്രസ്സ് എടുക്കാൻ ഒരു കുട്ടിയെ അവർ കൊണ്ടുപോയ സമയത്ത് കുട്ടി പറഞ്ഞത്ര എത്ര ഉദ്ദേശിക്കുന്ന പൈസ പറഞ്ഞു, ഒരു കുട്ടിക്ക് 1000 രൂപയാണ്. അപ്പോൾ ആ കുട്ടി പറഞ്ഞത്ര എനിക്ക് 500 രൂപേൻ്റെ ഡ്രസ്സ് മതി, 2 എണ്ണം വാങ്ങിക്കും. അപ്പോൾ ചോദിച്ചത്ര എന്തുകൊണ്ടാണ് അങ്ങനെ, എന്തുകൊണ്ടാണ് കുട്ടി നീ അങ്ങനെ പറഞ്ഞു, ചെറിയ കുട്ടിയാണ്. അപ്പോൾ ആ കുട്ടി പറഞ്ഞത്ര എൻ്റെ മാതാവ് അടുത്ത പ്രാവശ്യം പെരുന്നാൾക്ക് ആരുടെ മുമ്പിലും കൈ നീട്ടുന്ന ആ രംഗം ആരെങ്കിലും ഒന്ന് സഹായിച്ചിരുന്നെങ്കിൽ എൻ്റെ കുഞ്ഞിനൊരു ഡ്രസ്സ് വാങ്ങാനെന്ന് പറയുന്ന നമ്മളെയൊക്കെ വളരെ വേദനിപ്പിക്കുന്ന ആ രംഗം, അത് അങ്ങനെ സംഭവിക്കാതിരിക്കാൻ വേണ്ടിയാണെന്ന് ആ കുട്ടി പറഞ്ഞത്രേ. അപ്പോൾ നോക്കണം, ഒരു വിധവയുടെ 2 മക്കൾ അനാഥായവരുടെ അവസ്ഥ എന്താണെന്ന്. അങ്ങനെയുള്ള ആ കണ്ണുകളിലൂടെ നമ്മൾ അവരെ കാണാൻ വേണ്ടി സാധിക്കണം. നമ്മളെ കുടുംബത്തിൽപ്പെട്ട നല്ല സുന്ദരികളായ, നമ്മളിന്നിപ്പോൾ പണ്ടത്തെ പോലെ ദീനീപരമായി മുഖമൊക്കെ മറിച്ച് ഭയങ്കര ഇതായിട്ട് നമ്മൾ നടക്കുന്നില്ല. മറിച്ച് കൈയൊക്കെ കാണിച്ച് കുറച്ച് അല്പം ഇറക്കവും കുറഞ്ഞ ഡ്രസ്സൊക്കെ ധരിച്ച് ഒരു കുറച്ച് മോഡേണായി വീട്ടിലൊക്കെ താമസിക്കുന്ന, അടുത്ത വീട്ടിലൊക്കെ താമസിക്കുന്ന ആളുകളൊക്കെ നമ്മൾ കാണുമ്പോൾ അവരെ പ്രയാസത്തിലൂടെയുള്ള കണ്ണുകളിലൂടെ നമ്മൾ കാണാൻ വേണ്ടി ശ്രമിക്കണം. അതേപോലെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ അങ്ങനെ ഒരുപാട് വീഡിയോസൊക്കെ നിങ്ങൾ കാണുമ്പോൾ വിഷമങ്ങൾ പ്രയാസങ്ങൾ വരുമ്പോൾ നിങ്ങൾക്ക് തനിയെ ഇല്ലാതായി പോകുമെന്ന് ഞാൻ പറഞ്ഞു. അങ്ങനെ അദ്ദേഹം പറഞ്ഞു എന്നോട്, അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നീ പറഞ്ഞത്, അത് വലിയ ഉപകാരപ്പെട്ടിട്ടുണ്ടെന്നൊക്കെ അദ്ദേഹം പിന്നീട് പറയുകയുണ്ടായി. ഇപ്പോൾ ഒരുപാട് വർഷമായി കണ്ടില്ലെങ്കിലും ഈ അടുത്ത കാലത്ത് മറ്റു സംഭവം പലരും, ഇപ്പോൾ ഈ അടുത്ത കാലത്ത് ഞാൻ ഒരു സ്ഥലത്ത് പണിയെടുക്കുന്ന സമയത്ത് അവിടെ സ്കൂൾ കുട്ടികളും നമുക്കറിയാം പലരും പെൺകുട്ടികളൊക്കെ കാണുന്നത് പല രീതിയിലാണ്. അപ്പോൾ നമ്മൾ പറയാറുണ്ട് സ്വയിപ്പാക്കിക്കൊണ്ട്, നീ കണ്ണുകൊണ്ട് അവർ വീട്ടിൽ കൊണ്ടാക്കരുത് ആ പെൺകുട്ടിയെ. അതായത് അവ പോകുന്നവർ ഇങ്ങനെ നോട്ട് അവിടെ എത്തുന്നവരെ ഇങ്ങനെ കണ്ണോട് വീട്ടിൽ കൊണ്ടാക്കാന്ന് പറയില്ല, അങ്ങനെ അതന്നെ ചുരുക്കം പറഞ്ഞാൽ കണ്ണോട് കൊണ്ടാക്കാം. അതുപോലെ ഈ ഒരു ബസ്സിൽ നിങ്ങൾ ഈ കഥ ഈ സംഭവം പറയുന്ന സമയത്ത് ഒരു ബസ് ഡ്രൈവറിൻ്റെയോ ഒരു ക്ലീനറുടെയോ ചിത്രം നിങ്ങളുടെ മനസ്സിൽ ഒരിക്കലും വരരുത്. കാരണം ഈ പറയുന്ന ഈ 2 കഥാപാത്രങ്ങളും മരിച്ചുപോയി, ഈ ലോകത്തുനിന്ന് വിട പറഞ്ഞു കഴിഞ്ഞു. അല്ലാഹു അവർക്ക് പുറത്തു കൊടുക്കട്ടെ. അവർ തമാശ രീതിയിൽ ഞാൻ പറയുകയാണ്, നിങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി പറയുകയാണ്. അപ്പോൾ ഈ ബസ് ഡ്രൈവർ കണ്ടക്ടർ ചെക്കനും ഇങ്ങനെ അടുപ്പുറത്ത് ഇരിക്കുക, അങ്ങനെ കഥ പറയുകയാണ്. അപ്പോൾ ഒരു സുന്ദരിയായ പെൺകുട്ടി അതിലൂടെ കടന്നുപോയി. അപ്പോൾ ഈ സാധാരണ കമൻറ്റ് പറയുന്നതാണ്. അപ്പോൾ ഈ കുട്ടി, ഈ ക്ലീനർ ചെക്കൻ, ഈ കുട്ടി പറഞ്ഞു, പിന്നെ അത്ര സുന്ദരിയാണ്, ഇങ്ങനെ ഉണ്ടാവുള്ളൂ, ഇങ്ങനെ വർണ്ണിക്കാൻ തുടങ്ങി ആ പെൺകുട്ടിയെ. ഞാൻ കൂടുതൽ പറയുന്നില്ല, കാരണം കുട്ടികൾ കാണുമോ, കാണരുത് എന്ന് പറഞ്ഞാലും കാണരുത് എന്ന് പറയുന്നതിനോട് നമുക്ക് കാണാനുള്ള ടെൻഡൻസി കൂടുതലാണ്. അതുകൊണ്ട് കാണുമോ എന്ന് ഭയമുണ്ട്. അതുകൊണ്ട് ആ പെൺകുട്ടിയെ വർണ്ണിക്കാൻ വേണ്ടി തുടങ്ങി. അപ്പോൾ ഈ സമയത്ത് ഈ ക്ലീനർ പെട്ടെന്ന് ഡ്രൈവർ പറഞ്ഞു അതെൻ്റെ മകളാണ്. പിന്നെ ആ ക്ലീനർ ഓടി രക്ഷപ്പെട്ടു, ഒന്നും സംസാരിക്കാന്നില്ല. പിന്നെ ഒരുപാട് സമയം കഴിഞ്ഞിട്ട് കണ്ടക്ടർ വന്ന് ചോദിച്ചു, ഇവിടെ നമ്മളെ ക്ലീച്ചക്കൻ. അപ്പോൾ ഞങ്ങൾ ഇങ്ങുണ്ടാവും, നീ വിളിച്ചോ, ഞാൻ വിളിക്കുന്നതെന്ന് പറ, ഞാനിതാ ക്ഷമിച്ചിരിക്കുന്നത് പറ അവനോട്. അവനെ വിളിച്ചോണ്ട് പറഞ്ഞു, കാര്യമൊന്നും പറഞ്ഞില്ല, പക്ഷേ വിളിച്ചോണ്ട് വന്നു. എന്നിട്ട് പറഞ്ഞു, ഇനി ഒരു പെൺകുട്ടിയെ പറ്റി നമ്മൾ ഒന്നും തമ്മിൽ പറയുന്നില്ല, നീയും പറയണ്ട ഞാനും പറയണ്ട, നമുക്ക് എടുത്തൊക്കെ നിർത്താറ്. കാരണം നമ്മുടെ മകളെക്കുറിച്ച്, നമ്മളെ പെങ്ങളെക്കുറിച്ചൊക്കെ പറയുമ്പോൾ നമുക്ക് വേദനിക്കും, മറ്റുള്ളവരെക്കുറിച്ച് പറയുമ്പോൾ പലർക്കും വേദനയില്ല. ആ നമ്മൾ കാണുന്ന അതേ കണ്ണിലൂടെ, നമ്മളെ കുടുംബത്തിലുള്ളവരെ കാണുന്ന അതേ കണ്ണിലൂടെ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കണം. പ്രവാചകൻ്റെ അടുത്ത് ഒരു അനുചരം വന്നുകൊണ്ട് പറഞ്ഞു, പ്രവാചകരെ, എനിക്ക് എല്ലാ തിന്മയിലും ഞാൻ വിട്ടു നിൽക്കാം ഇസ്ലാം പറഞ്ഞു, പക്ഷേ ഈ വ്യഭിചാരത്തിൽ നിന്ന് വിട്ടു നിൽക്കാൻ എനിക്ക് കഴിയുന്നില്ല. ഏതെങ്കിലും ഒരു പെൺകുട്ടിയുമായി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടാതെ ആ ദിവസത്തെക്കുറിച്ച് എനിക്ക് ചിന്തിക്കാമെന്ന്. അപ്പോൾ പ്രവാചകൻ അങ്ങോട്ട് ഖുർആൻ്റെ വചനങ്ങളോ ഹദീസിൻ്റെ വചനങ്ങളോ അല്ല പറഞ്ഞു കൊടുക്കുന്നത്, മറിച്ച് പ്രവാചകൻ പറഞ്ഞു, ഒരു പെൺകുട്ടി എന്ന് വെച്ചാൽ ഒന്നിക്കൊരാളുടെ മകളാണ്, അല്ലെങ്കിൽ ഒരാളുടെ ഭാര്യയാണ്, അല്ലെങ്കിൽ ഒരു മാതാവാണ്. ഒന്നിക്ക് മാതാവാണ്, അല്ലെങ്കിൽ പെങ്ങളാണ്, അല്ലെങ്കിൽ മകളാണ്. ഈ 3 അല്ലാതെ ഒരു സ്ത്രീയില്ല ലോകത്ത്. അപ്പോൾ ഇതിലൂടെ ആ പ്രവാചകനൊക്കെ ഒരു നമുക്ക് നൽകുന്ന മെസ്സേജ്, ഇപ്പോൾ ഖുർആൻ്റെ വചനങ്ങൾ നമുക്കറിയാം, ഹദീസിൻ്റെ വചനങ്ങൾ അറിയാം, അള്ളാഹു കാണുന്നുണ്ടെന്നറിയാം, എല്ലാം അറിഞ്ഞാലും ചില സമയത്ത് ചില പ്രത്യേക സാഹചര്യത്തിൽ നമ്മൾ തെറ്റിലേക്ക് വൈതി പോകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അപ്പോൾ നമ്മൾ ഇതാണ് ചിന്തിക്കേണ്ടത്. പിന്നീട് ആ സഹാബി പിന്നീട് നല്ല മനുഷ്യനായി ജീവിച്ചു എന്നാണ് ചരിത്രം. അതോ ആ ചിന്ത അദ്ദേഹത്തിന്, ഇപ്പോൾ ഒരു പെൺകുട്ടി അങ്ങനെ ഒരു ചിന്ത നമുക്ക് ചിന്തിക്കാൻ കഴിയണം. നമ്മളെ വീട്ടിലും വളരുകയാണ് പെൺകുട്ടികൾ. ഇപ്പോൾ പല പെൺകുട്ടികളും ഒളിച്ചോടിയും മറ്റും കഥകളൊക്കെ പറയുമ്പോൾ ഞാൻ സാധാരണ വീട്ടിലിരുന്ന് പറയാറുണ്ട്, എൻ്റെ കുടുംബത്തിലുള്ളവരോട് ഞാൻ പറയാറുണ്ട്, അത് നമ്മുടെ വീട്ടിലും വളരുന്നുണ്ട് കുട്ടികൾ, പെൺകുട്ടികളാണ് വളരുന്നത്. നാളെ എന്താണ് കഥയെന്ന് നമുക്കറിയില്ല, അതുകൊണ്ട് കൂടുതൽ നമ്മൾ പറയണ്ട. അങ്ങനെ ആരെങ്കിലും തെറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ അവരുടെ ആ കുടുംബത്തിന് മനസ്സിന് സമാധാനം കിട്ടട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഇനി അങ്ങനെ ഒരു കുടുംബത്തിലും ഒരു അച്ഛനും ഒരു പിതാവിനും ഒരു അമ്മയ്ക്കും ഒരു അച്ഛനും അങ്ങനെ ഒരു മകളെ നഷ്ടപ്പെടാതിരിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അല്ലാതെ വൈചാരിക്കൊണ്ടുള്ള വർത്തമാനം നമ്മൾ പറയരുത്. കാരണം നമ്മുടെ വീടുകളിലും നമ്മുടെ കുടുംബങ്ങളിലും വളർന്നു വരികയാണ്. പണ്ടൊക്കെ എവിടെയോ ഒന്ന് ഒളിച്ചോടിയെന്നും എവിടെയോ ഒന്ന് അങ്ങനെ സംഭവിച്ചെന്നും എവിടെയോ ഒന്ന് പീഡിപ്പിക്കപ്പെട്ടു എന്ന് പറയുന്ന കേൾക്കാറ് മാത്രമാണ്. പക്ഷേ ഇന്ന് നമ്മുടെ നാടുകളിൽ, നമ്മുടെ വീടുകളിൽ, നമ്മുടെ കുടുംബങ്ങളിലേക്ക് ഇത് എത്തിക്കൊണ്ടിരിക്കുകയാണ്.
അപ്പോൾ പല സ്ഥലത്തും കണ്ണുകൾ നമ്മൾ കാണുന്ന നോട്ടം, നമ്മൾ കാണുന്ന കാഴ്ച, നമ്മൾ ചിന്തിക്കുന്ന ചിന്ത, ഇതൊക്കെ നമ്മളെ സ്വാധീനിക്കും. നമ്മൾ കഴിക്കുന്ന ഭക്ഷണം പോലെ, നമ്മൾ കേൾക്കുന്ന വാർത്തകൾ പോലെ നമ്മൾ സ്വാധീനിക്കും. നമ്മൾ കാണുന്ന കാഴ്ചകൾ നമ്മൾ സ്വാധീനിക്കും. അല്ലേ? മീഡിയകളിലൂടെ നമ്മൾ എന്താണ് കണ്ടുകൊണ്ടിരിക്കുന്നത്? വാട്സപ്പിലൂടെയും ഫേസ്ബുക്കിലൂടെയും യൂട്യൂബിലൂടെയും ടിക്ടോക്കിലൂടെയും എന്തുമാത്രം കാര്യങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആർക്കാണ് ലോക്ക് ഓപ്പൺ ആക്കിയിട്ടൊന്ന് ഫോൺ ധൈര്യമായി മറ്റുള്ളവർക്ക് നൽകാൻ സാധിക്കുന്നത്? വളരെ ദയനീയമായ അവസ്ഥയിലൂടെയാണ് നമ്മൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ ഒരു അമ്മയുടെയും ഒരു കുഞ്ഞിൻ്റെയും 4 മക്കളെ പരിപാലിക്കുന്ന ഒരു അമ്മയുടെ കഥ പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാം എൻ്റെ വാക്കുകൾ. അപ്പോൾ ഇതൊക്കെ ചെയ്യുമ്പോൾ ഒരു 100 പേരെ കൊന്ന ഒരു ചരിത്രം നമുക്കറിയാം. ഒരാൾ 99 ആളെ കൊന്നിട്ട് അദ്ദേഹം വധിച്ച് കളഞ്ഞിട്ട് ഒരു പണ്ഡിതൻ്റെ അടുത്ത് പോയിട്ട് പറഞ്ഞു, എനിക്ക് തൗബയുണ്ടോ, എനിക്ക് പാവമോചനമുണ്ടോ, എനിക്ക് മാപ്പുണ്ടോ? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, പാപി, ഇത്രയും ആളുകളെ കൊന്നിട്ട് നിനക്ക് മാപ്പോ? നിനക്ക് മാപ്പില്ലെന്ന് പറഞ്ഞു. ഉടനെ തന്നെ അദ്ദേഹത്തെയും കൊന്നിട്ട് ഇയാൾ 100 തേച്ച് കളഞ്ഞു. 99 മുന്നേ ഉണ്ടായി 100 തേച്ച് കളഞ്ഞു. പിന്നീട് നടന്നു പോയി. പിന്നീട് അദ്ദേഹത്തിന് ഖേദം തോന്നി, ഞാൻ ഇത്രയും തെറ്റ് ചെയ്തില്ല, എനിക്ക് മാപ്പുണ്ടോ, എനിക്ക് തൗബയുണ്ടോ എന്ന് പറഞ്ഞ് ഞാൻ അന്വേഷിച്ച് നടക്കാൻ തുടങ്ങി. പക്ഷെ ഒരു പണ്ഡിതൻ പറഞ്ഞു, നിങ്ങൾക്ക് മാപ്പുണ്ട്, തൗബയുണ്ട്, പക്ഷേ നീ ഈ നാട്ടിൽ നിൽക്കരുത്, മറ്റൊരു നാട്ടിലേക്ക് പോകണമെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മളുടെ പല സാഹചര്യങ്ങളിൽ നമ്മൾ വിട്ടു നിൽക്കുമ്പോഴാണ് നമ്മളെ തെറ്റ് ചെയ്ത സാഹചര്യം. ഇപ്പോൾ മദ്യപിക്കുന്ന ഒരു മനുഷ്യൻ മദ്യഷാപ്പിൻ്റെ അടിയിലൂടെ കടന്നു പോകുമ്പോൾ ഞാൻ കടന്നു പോകുമ്പോൾ വ്യത്യാസം ഉണ്ടായില്ലേ? കാരണം മദ്യപിക്കുന്ന ഒരു മനുഷ്യന് ഭയങ്കരമായ ഇതുണ്ടാക്കും, പ്രയാസം ഉണ്ടാക്കും. അതിലൂടെ കടന്നു പോകുമ്പോൾ ടെൻഡൻസി ഉണ്ടാകും, അത് കുടിക്കാനും, അത് കാണാനും, ഇതാക്കാനും, ഒന്ന് രുചിക്കാനും, അല്ലെങ്കിൽ ഒന്നും കൂടി വീണ്ടും തുടങ്ങാനും. ഇപ്പോൾ സിഗരറ്റ് വലിക്കുന്ന ആളുകളൊക്കെ കുറേ കാലമായിട്ട് നിർത്തിയ, അല്ല കുറച്ച് കാലമായി നിർത്തിയ ആളുകളൊക്കെ വലിക്കുന്ന ആളുകളെ കാണുമ്പോൾ അത് വെറുതെ ഒന്ന് ഇങ്ങനെ ശ്വസിക്കുകയും ചെയ്യും. അല്ലെങ്കിൽ എന്തെങ്കിലും ഒന്ന് ഒരു പുകയും എടുത്തിടായി ആ വാശ വിട്ടുപോയില്ല. കാരണം അത് തെറ്റിൻ്റെ കാര്യങ്ങൾ അങ്ങനെ തന്നെയാണ്. പൂർണ്ണമായി നമുക്ക് വിട്ടു നിൽക്കാൻ, പരിപൂർണമായി നിന്ന് മാറിക്കാൻ പല സാഹചര്യങ്ങൾ നമ്മൾ മാറി മാറി ചെയ്യേണ്ടി വരും. പല സാഹചര്യങ്ങളും വിട്ടു നിൽക്കേണ്ടി വരും. പിന്നെ കുടുംബവുമായും അത് കുട്ടികളുമായൊക്കെ അടുത്ത് കൂടുതൽ ഇടപഴകുക, കുടുംബവുമായി അടുത്ത് നിൽക്കുക, നല്ല നല്ല കൂട്ടുകാരെ തിരഞ്ഞെടുക്കുക. അങ്ങനെ പല വിധത്തിൽ പല രീതിയിൽ നമ്മൾ നോക്കേണ്ടി വരും. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് നിർത്തിയത് എവിടെയാണ്? അപ്പോൾ നമ്മളെല്ലാ ഇതും അങ്ങനെ നമ്മൾ ചെയ്യേണ്ടി വരും. പല കാര്യങ്ങളും നമ്മൾ മാറി മാറി ചെയ്യേണ്ടി വരും. അപ്പോൾ ഈ അമ്മച്ചിയുടെ കഥ പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാം. അപ്പോൾ 4 മക്കളെയാണ് ഇവർ നോക്കുന്നത്. അപ്പോൾ നമ്മളെ അടുത്ത പക്കത്താണ്. അപ്പോൾ 4 കുട്ടികളെ നോക്കുമ്പോൾ ആ അമ്മച്ചിയുടെ സഹനമാണ് ഇവിടെ ഞങ്ങൾക്ക് പറയാൻ പോകുന്നത്. നമ്മൾ ഓരോ സ്ത്രീയെ നമ്മൾ കാണുന്ന സമയത്തും പല രീതിയിലുള്ള ചിന്തകൾ ചിന്തിക്കാതെ അവരുടെ പ്രയാസത്തെക്കുറിച്ച് നമ്മൾ കൂടുതൽ ചിന്തിക്കുകയാണെങ്കിൽ മറ്റു പല ചിന്ത നമ്മൾ വരാനുള്ള ചാൻസ് വളരെ കുറവാണ്. അപ്പോൾ ഈ 4 കുട്ടികളെ നോക്കുന്ന ഈ അമ്മ അപ്പോൾ ഒരു കുട്ടീനെ ഒന്ന് കുളിപ്പിച്ച് റെഡിയാക്കി വരുമ്പോൾ മറ്റേ കുട്ടിയുടെ മുള്ളിയിട്ടുണ്ടാവും. അപ്പോൾ കുറച്ച് വലിയൊരു പ്രായ വ്യത്യാസമില്ല 2 ചെറിയ കുട്ടികൾക്കിടയിൽ. മറ്റു 2 കുട്ടികൾ കുറച്ച് വലുതാണ്. എന്നാലും അവർ സ്കൂളിൽ പോകുമ്പോൾ അവരെ ഒരുക്കാനും, അവർക്ക് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കാനും, കറി ഉണ്ടാക്കി കൊടുക്കാനും എന്തെങ്കിലും ഒരു അത്യാവശ്യം അവർ കൂടുമെന്നല്ലാതെ ഈ പിതാവാണെങ്കിൽ ഗൾഫ് പ്രവാസിയാണ്.